ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി. ഏതു തരം പരീക്ഷകൾക്കും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് പരീക്ഷാ പേടി മാറാനും വിജയം കിട്ടാനും 3 വചനങ്ങൾ 33 ദിവസം ഈ വചനം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. സങ്കീർത്തനം 20:5 ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും. അടുത്ത വചനം 1 കൊരിന്ത്യർ 15:57 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. മൂന്നാമത്തെ വചനം ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവരോട് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇത് ബ്രദർ പുതിയതായിട്ട് കണ്ടുപിടിച്ചതല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളും നാളുകളുമായിട്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്കും IELTS OET കിട്ടാക്കനി എന്ന് പറഞ്ഞ് പരീക്ഷകൾക്ക് എഴുതിയിട്ടും കിട്ടാതെയും പരാജയ ഭീതിയും വിഷമം മൂലം വിഷമിക്കുന്ന പലർക്കും പറഞ്ഞു കൊടുത്ത് ആവർത്തിച്ച് പറഞ്ഞും എഴുതിയും അത്ഭുതകരമായിട്ട് വിജയം കിട്ടി. ബ്രദറെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ IELTS OET തന്നെയല്ല, വിദേശത്തൊക്കെ പോയിട്ടുള്ളവർ അവിടെ ചെന്ന് കഴിയുമ്പോഴും അല്ല പോകാൻ ഒരുങ്ങുമ്പോഴും ഒക്കെയുള്ള പല ടെസ്റ്റുകളും ഉണ്ട്. അയ്യോ ഇതെങ്ങനെയാണെന്നും പറഞ്ഞ് അനാവശ്യ നെഗറ്റീവാക്ക് പറയല്ലേ എന്ന് പറയും. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവം സാധിച്ചു തരും. എന്നെ ശക്തനാക്കലോടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പം ഈ 3 വചനങ്ങൾ സങ്കീർത്തനം 20:5, ഫിലിപ്പിയർ 4:13, 1 കൊരിന്ത്യർ 15:57 ഈ 3 വചനങ്ങൾ എഴുതിയും പറഞ്ഞും പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. മക്കളുടെ പരീക്ഷാ സമയങ്ങളൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവരെ കുറ്റപ്പെടുത്താതെ പഠിക്കെന്നും പറഞ്ഞ് അവരെ ചെവിക്ക് സൗകര്യം കൊടുക്കാത്ത രീതികളൊക്കെ മാറ്റിയിട്ട് സ്നേഹത്തോടെ ഇതൊന്ന് എഴുതി അടുത്ത് വെച്ച് കൊടുത്തോ. അടുത്തിരുന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. എൻ്റെ മക്കൾക്കൊക്കെ പരീക്ഷാ സമയമാകുമ്പോൾ എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഭാര്യ ഈ വചനം എഴുതി അവിടെ ഒട്ടിച്ച് അവർക്ക് മതിലെ ഒട്ടിച്ച് വെച്ച് കൊടുത്തു. എന്നിട്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ മോനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇരുന്നു. വായിക്കടോ പ്രാർത്ഥിക്കടോ പഠിക്കട ആ രീതി ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അവർ നമ്മളൊക്കെ വലിയ ആൾക്കാരാണ്. നമ്മൾ ഒന്ന് താഴണം, ഒന്ന് ചെറുതാകണം. പിള്ളേരോട് കൊച്ചുങ്ങളോട് സംസാരിക്കാൻ നമ്മൾ താഴെ നോക്കി അല്ലെങ്കിൽ അവരിലേക്ക് നോക്കണം. അതുപോലെ നമ്മൾ ചെറുതാകണം, നമ്മൾ താഴണം, നമ്മൾ അവരോളമാകണം ചില കാര്യങ്ങളിൽ. അപ്പോൾ അവരുയർത്തിയെടുക്കാൻ സാധിക്കും. ഇനി തടി മാത്രം ഉണ്ടായിട്ടും വലിയതായിട്ടും കാര്യമില്ലെന്ന് പറയും ചിലർ. കൊച്ചു പിള്ളേരെക്കാൾ കഷ്ടമാണ്. ഇത്രയും വരെയും പഠിച്ച് എങ്ങനെ എത്തിയെന്ന് ഓർക്കും. ഈ ഒരു കടമ്പ ഇതിനുള്ളൊരു ടെസ്റ്റ് ഏതും ആട്ടെ, IELTS OET അല്ലെ IAS ഇതുമായിട്ട് എൻട്രാൻസിൻ്റെ ആണോ, മെഡിസിൻ്റെ ആണോ, എൻജിനീയറിങ്ങിൻ്റെ ആണോ, അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഗേറ്റിൻ്റെ എക്സാം ആണോ, ഏതും ആകട്ടെ, നേഴ്സിങ്ങിൻ്റെ കാര്യമാണോ, പ്രാർത്ഥിക്കുക. വചനം ദൈവമാണ്. വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. നിങ്ങളുടെ പരീക്ഷാ പേപ്പറിനെ ആശീർവദിക്കും, നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും, അസാധ്യങ്ങൾ സാധ്യമാക്കി തരും. ഈ 3 വചനങ്ങൾ മറന്നു പോകരുത്. പഠനമുറിയിൽ എഴുതി ഒട്ടിക്കുക, അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രാർത്ഥിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ വചനത്താൽ ഞാൻ നിറയട്ടെ, ഞാൻ ശക്തിപ്പെടട്ടെ. ആവർത്തിച്ച് കുറച്ച് ദിവസങ്ങളും ഏതാനും മാസങ്ങളോ ആഴ്ചകളോ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. ഇത് മറ്റുള്ളവർക്കും പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിഷമിക്കുന്നവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. വലിയൊരു പ്രേക്ഷിത വേലയാണ്. തീർച്ചയായിട്ടും ലക്ഷം കോടി കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിനേക്കാൾ വലിയ സഹായമാണ് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്കൊരു വഴി തുറന്നു കിട്ടാനും ജീവിതകാലം മുഴുവൻ അവർക്ക് ധൈര്യം കിട്ടാനും ശക്തി കിട്ടാനും പറ്റിയ ദൈവവചനത്തിലേക്ക് അവരെ നയിക്കുക എന്ന് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.